നല്ല രാവിലെ നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല രാവിലെ ദിവസം ഒരു വാക്യം ധ്യാനിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. മത്തായി 2:11 വാക്യം. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു. വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്നവന് പൊന്നും കുന്തിരിക്ക മൂരും കാഴ്ചവെച്ചു. എത്ര നല്ലൊരു വാക്യം. ഈ രാവിലെ ദിവസം നമുക്ക് ധ്യാനിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇതിനകത്ത് ഈ 3 പേര് യേശുവിനെ കാണാൻ വന്നു. അവരാരാന്ന് വെച്ചാൽ അവർ ബെത്ലഹേമിലേക്ക് അവർ വരികയാണ്. അന്നേരം അവർ യേശുവിനെ കണ്ടു. അവർ യേശുവിൻ്റെ അമ്മയെ മറിയെ കണ്ടു. പൊന്ന്, കുന്തിരിക്കം, മൂര് കാഴ്ചവെച്ചു. 3 കാര്യം കാഴ്ചവെച്ചു. ശാസ്ത്രിമാർ അവർ പൊന്ന്, കുന്തിരിക്കം, മൂര്. വിദ്വാൻമാർ യെരൂശലേമിലേക്ക് എത്തി. അവർ ഹെരോദ് രാജാവിൻ്റെ കാലത്തായിരുന്നു. അന്നേരം ഇതിനകത്ത് എന്ത് അദ്ദേഹം പറയാന്ന് വെച്ചാൽ നമ്മൾ 3 കാര്യം കാഴ്ചവെച്ചു. അവർ 3 കാര്യം പൊന്ന്, കുന്തിരിക്കം, മൂര് എന്നിവ കാഴ്ചവെച്ചു. യേശുവിൻ്റെ അമ്മയെ മറിയോട് കൂടെ ശിശുവിനെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നമ്മളും യേശുവിനെ നമസ്കരിക്കണം. യേശുവിനെ മുട്ടുമേൽ നിന്ന് ആരാധിക്കണം. യേശുവിനെ മുട്ടുമേൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിനെ ആരാധിച്ചെന്നാണ് പറയുന്നത്, അല്ലാതെ വേറെ ആരെയും ആരാധിച്ചില്ല. യേശുവിനെ ആരാധിക്കുവാൻ അവർ നമസ്കരിച്ചു. യേശുവിനെ നമസ്കരിച്ചു. അതുപോലെ നമ്മളുടെ ജീവിതത്തിലും യേശുവിനെ നമസ്കരിക്കുവാൻ നമ്മൾ കടംപ്പെട്ടവരാണ്. യേശുവിൻ്റെ അമ്മയായ മറിയയല്ല, യേശുവിനെ നമസ്കരിക്കണം. യേശുവിൻ്റെ അമ്മയെ മറിയ ഇൻസ്ട്രുമെൻ്റായിട്ട് എടുത്തു എന്നാണ് ബൈബിളിലുള്ളത്. അതുകൊണ്ട് നമ്മളും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം നമ്മളെ എത്രത്തോളം പരിപാലിച്ചു എന്ന കർത്താവ് യേശുവിനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത്രയും മാസങ്ങൾ കർത്താവേ, നീ എന്നെ കാത്തുകൊണ്ട ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ വേണ്ടി കർത്താവിന് വേണ്ടി 3 കാര്യം കാഴ്ചവെക്കണം. എന്താണ്? നമ്മളുടെ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ കർത്താവിന് വേണ്ടി കാഴ്ചവെക്കുവാൻ നമ്മൾ കടംപ്പെട്ടവരാണ്. യേശുവിൻ്റെ അമ്മയായ മറിയയോട് കൂടെ ശിശുവിനെ അവർ കണ്ടു. അവർ അത്യന്തം സന്തോഷിച്ചെന്നാണ് പറയുന്നത്. നക്ഷത്രം മുൻപുള്ള വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർക്കറിയാതെ അവർ തേടി നടക്കുക, എവിടെ യേശുവിൻ്റെ അമ്മയെ മറിയ. യേശുവിനെ കാണുവാൻ അവർ പലയിടത്തും അവർ നടന്നു പോയി കണ്ടുപിടിച്ചു. അങ്ങനെ അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം കണ്ട് ആ വീട്ടിൽ ചെന്ന് ശിശുവിൻ്റെ അമ്മയെ മറിയോട് കൂടെ കണ്ടു. ശിശുവിനെ അമ്മയായ മറിയോടെ കൂടെ കണ്ടു. ശിശുവിനെ അവർ വീണ് നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അവന് പൊന്ന്, കുന്തിരിക്കം, മൂര് കാഴ്ചവെച്ചു. പൊന്ന് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പൊന്നുണ്ടല്ലോ പറയുന്നുണ്ട്. അതുകൊണ്ട് പൊന്ന്, കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയി സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ ജ്ഞാനമായിട്ട് അവർ കടന്നു പോയെന്നാണ് പറയുന്നത്. ശാസ്ത്രിമാർ, വിദ്വാൻമാർ. അങ്ങനെ ഈ അധ്യായം നിങ്ങൾ വായിക്കണം. മത്തായി 2-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഈ കാലത്ത് ഈ വിദ്വാൻമാർ അവർ ഹെരോദ രാജാവിൻ്റെ സമയത്തായി വരുന്നതൊക്കെ. അതുകൊണ്ട് നമ്മളും കർത്താവിന് നമ്മളെ സ്നേഹം കാഴ്ചവെക്കണം, സന്തോഷം കാഴ്ചവെക്കണം, സമാധാനം കാഴ്ചവെക്കണം. ഇതാണ് ഞാൻ പറയുന്ന 3 കാര്യം. അവർ പൊന്ന്, കുന്തിരിക്കം, മൂര് കാഴ്ചവെച്ചു. നമ്മൾ സ്നേഹം, സന്തോഷം, സമാധാനം കാഴ്ചവെക്കുവാൻ ഇടയാകട്ടെ. നമ്മൾ ഈ നല്ല ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കാം, വിളിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. ഒരു ദിവസം കർത്താവ് വരും. അന്നേരം നമ്മൾ പോകേണ്ടവരാണ്. നമ്മൾക്ക് നല്ല ദിനം കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.